നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ് ഈ ഒരു സ്വർണ്ണവേട്ട. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന മറാഠ ജുവലേഴ്സ് നൽകുന്ന 2 ഗ്രാം സ്വർണ്ണമാണ്. ഹാബിറ്റ് ഫുഡ് അടി തന്നെയാണ്. ഈ വഴക്കുണ്ടാക്കിയ സോറി പറയുന്ന ആരായിരിക്കും ആദ്യം? ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ജനം ടിവിയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ പൊന്നോണക്കാലത്ത് ജനം ടി വി നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ് ജനം ടി വി സ്വർണ്ണവേട്ട, പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ, co-powered by VKC Pride and Pride Credit Cooperative Society Limited, in association with Pothys Chungat Jewelers, SK Hospital, Kairali Jewelers, Athmiyam Ghee and Hotel Chitra. പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മറാഠ ജുവലേഴ്സും ഫെസ്റ്റിവൽ പാർട്ണർ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസുമാണ്. നമ്മുടെ ഈ ഓണക്കാലത്ത് ട്രാവൻകൂർ മാളിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ ഒരു പൊന്നോണക്കാലം എന്ന് പറയുന്നത് സൗഭാഗ്യത്തിന്റെ ഒരു കാലമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ജനം ടി വി നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ് ഈ ഒരു സ്വർണ്ണവേട്ട. ഇതിന്റെ പ്രത്യേകത എന്താണ് കിഷോറേട്ടാ? ഇതിൽ ദമ്പതിമാർക്ക് പങ്കെടുക്കാം. സ്വാഭാവികമായിട്ട് സ്വർണ്ണം എന്ന് പറയുമ്പോൾ ആദ്യം ഏങ്ങി മരിക്കുന്നത് ഭാര്യമാരാണ്. അതുകൊണ്ട് ഭാര്യമാർ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ കൂട്ടി വരിക. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന മറാഠ ജുവലേഴ്സ് നൽകുന്ന 2 ഗ്രാം സ്വർണ്ണമാണ്. സ്വർണത്തിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് സ്വർണ്ണമാണ് നിങ്ങൾക്കായിട്ട് ഒന്നാം സമ്മാനമായിട്ട് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2ാം സമ്മാനം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സ്വർണ്ണമാണ്. 3ാം സമ്മാനം 1 ഗ്രാം സ്വർണ്ണമാണ്. നമ്മളിതെല്ലാം ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി സ്വാഭാവികമായിട്ട് ഈ ഓണക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നത്, കുസൃതി പറയുന്നതും ഒക്കെ വീടുകളിലിരുന്നാണ്. പക്ഷേ ജനം ടി വി നിങ്ങൾക്ക് വലിയൊരു ഫ്ലോർ ഒരുക്കിയിരിക്കുകയാണ്. ആ ചെറിയ കുസൃതിയും ആ ചെറിയ കുട്ടിത്തരവും ചെറിയ വർത്തമാനങ്ങളുമില്ല നമ്മൾ ഈ ഫ്ലോറിലൂടെ സംസാരിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ക്ലൂ തരും. അതിനുശേഷം നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഈ നിധി സമ്മാനം സ്പേസിലേക്ക് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിനോടകം തന്നെ കിഷോറേട്ടൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഉദ്വേഗജനകമായിട്ടുള്ള ഒരുപാട് അധികം റൗണ്ടുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പം ആ റൗണ്ടുകളിലൂടെ ഒക്കെ കടന്നു പോയി അവർക്കൊരു നിധി കിട്ടുമ്പോൾ അത് വളരെ വലിയൊരു ഗംഭീരമായിട്ടുള്ള സമ്മാനമായിരിക്കും അല്ലേ? നമുക്ക് ആദ്യം അവരെ ഓരോരുത്തരായിട്ട് വിളിക്കാം. പക്ഷെ വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു ടാസ്ക് കൊടുത്താലോ കിഷോറേട്ടാ? ടാസ്ക് വേണ്ട, ചെറിയൊരു ചോദ്യം ആയാലോ അവരോട്? അവർ സ്വാഭാവികമായിട്ട് അവരെ വിളിച്ച് വരുത്തിയതിനു ശേഷം നമുക്ക് ചോദിക്കാം. അപ്പൊ സ്വാഗതം. പേര് പറയൂ. എൻ്റെ പേര് കൽഫാൻ എന്നാണ്. കൽഫാൻ. അർത്ഥം എന്താണ്? അർത്ഥം സക്സസേഴ്സ് എന്നാണ്. അപ്പൊ ഇതാ നമ്മുടെ സ്വർണ്ണവേട്ടയിലെ സക്സസേഴ്സ് ആദ്യമേ വന്നിരിക്കുകയാണ് കിഷോറേട്ടാ. പേരിലേ ഉള്ളൂ. നമുക്ക് നോക്കാം, ഇന്ന് നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാം. ഓക്കെ, എന്റെ പേര് നജിത. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു അത്യാവശ്യം അറിയാവുന്ന ആളുകളാണ്. കണ്ടപ്പോഴേ എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ആരാണ്? പറ്റത്തില്ല, കാരണം ഒരു കുഞ്ഞ് ചാനലുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്. എന്താണ് എന്റെ പേര്? ഫുഡ് അടി കപ്പിൾസ് എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര്. ഫുഡ് അടി കപ്പിൾസ്. അപ്പൊ ഭക്ഷണം നല്ല ഇഷ്ടമുള്ള ആളുകളാണ്. ഭക്ഷണം കഴിക്കുകയും ചെയ്യും, കഴിപ്പിക്കുകയും ചെയ്യും. കണ്ടപ്പോഴേ മനസ്സിലായി നല്ല പൊരുത്തമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിഷോറേട്ടാ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നിങ്ങൾ സ്വർണ്ണവേട്ടയ്ക്ക് സ്വർണ്ണം കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല, പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ പേരിൽ ഒരു വിജയമുണ്ട് എന്നുള്ളതാണ് മെയിൻലി ഉള്ള ഒരു കാര്യം എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഇതെന്താണെന്നായിരിക്കും നിങ്ങളിപ്പോൾ സംശയിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചോദ്യാവലിയുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല അല്ലേ? ഇത് പൂരിപ്പിക്കണം. എന്താണ് ഇതിലുള്ളത്? ഇത് പേനയുണ്ട്. 2 മിനിറ്റ്. നമ്മുടെ കൽഫാന്റെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നജിത കൽഫാന്റെ ഇഷ്ടങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൽ എഴുതിയ ചോദ്യം ഞാൻ കൽഫാനോട് ചോദിക്കും. ആദ്യത്തെ ചോദ്യം ഞാനാ ചോദിക്കണേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? കൽഫാന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ചിക്കൻ മന്തി. ഓക്കെ. ഷോപ്പിങ്ങിന് പോയാൽ ആദ്യം വാങ്ങുന്നത് എന്താ? ഡ്രിങ്ക്സ്. അടുത്ത പങ്കാളിയുടെ ഏറ്റവും അനോയിങ് ആയിട്ടുള്ള ഹാബിറ്റ് ഏതാ? ഹാബിറ്റ് എന്താണെന്നാണ്
ചോദിക്കുന്നത്. മനസ്സിലായി. അപ്പൊ നമ്മുടെ മെയിൻ ഹാബിറ്റ് എന്താണ്? അപ്പോൾ എനിക്ക് കൂടുതൽ ഈ വണ്ടി ഇത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ വഴക്കുണ്ടാക്കിയാൽ സോറി പറയുന്ന ആരായിരിക്കും ആദ്യം? അത് ഞാൻ ലോട്ടറി അടിച്ചാൽ ആദ്യം വാങ്ങുക എന്താണ്? ഞാൻ ലൈബിലിറ്റി ഒക്കെ കുറയ്ക്കാൻ നിൽക്കും. ഏത് പ്രാരാബ്ദങ്ങൾ കുറയ്ക്കാൻ ഒന്ന് ആദ്യം വാങ്ങുന്നത് എന്തായിരിക്കും? സംസാരിക്കാൻ പാടില്ല, എഴുതി. ഇല്ല, ഞാൻ സംസാരിക്കില്ല. ആദ്യം വാങ്ങുന്നത് എന്തായിരിക്കും? വാങ്ങാൻ അങ്ങനെ ആ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ല, എന്തായിരിക്കും അത്? ഒരു വീടങ്ങ് വാങ്ങും. ഏതാ? വീടങ്ങ് വാങ്ങും. വീട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പിന്നെ ഇനി അതിൽ എത്ര ശരിയായെന്നാണ് നമുക്കറിയാനുള്ളത്. അടിപൊളി. ഇവരുടെ നമ്മള് മനപ്പൊരുത്തം. ഇതിലൊരു 7 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു, അതില് 6 കറക്റ്റ് ആണ്. 6 ശരിയാണ്. എൻ്റെ എൻ്റെ അമ്മ. പൊന്നേ. ഓക്കെ, ഒരു കൈയടി ഒക്കെ കൊടുക്കാട്ടോ, നല്ലൊരു കൈയടി കൊടുത്തോ. ഒരെണ്ണം മാത്രമാണ് അതിനകത്ത് ഇത് വന്നത് അല്ലേ? അപ്പൊ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി അവിടെ ഇനി ഞാൻ ചോദിക്കാം. പേര് ഞാൻ വീണ്ടും വിട്ടുപോയി. നജിദ. 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 നജിദ, Okay. നജിദ. നജിദ. ഓക്കെ, നജിദക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ചിക്കൻ മന്തി. അതാണോ? അതെ ചിക്കൻ മന്തി എന്ന് എഴുതിയേ. ഓക്കെ, ഇനി ഷോപ്പിങ്ങിന് പോയാൽ ആദ്യം വാങ്ങുന്നത് എന്താണ്? Drinks തന്നെയാണ്. നമ്മളൊരു വെള്ളം എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള മൈക്ക് കാര്യങ്ങൾ നോക്കുള്ളൂ. ഒന്ന് ഉയർത്തി ഒരു പിടിച്ചോ. വെള്ളം എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുള്ളൂ. ഡ്രിങ്ക്സ്. ഓക്കെ, അടുത്തത് പങ്കാളിയുടെ ഏറ്റവും അനോയിങ് ആയിട്ടുള്ള ഹാബിറ്റ് ഏതാണ്? ഹാബിറ്റ് ഫുഡ് അടി തന്നെയാണ്. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളത് കോംപ്രമൈസ് ആവുന്നത് ഫുഡ് കഴിച്ചിട്ടാണ്. പിന്നെ ഉള്ളതാണ് ട്രാവലിംഗ്. ശരി, അടുത്ത് വഴക്കുണ്ടായാൽ ആദ്യം സോറി പറയുന്നത് ആരാണ്? ഓക്കെ, ലോട്ടറി അടിച്ചാൽ ആദ്യം വാങ്ങുന്നത് എന്തായിരിക്കും? അത് ഞങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. നമുക്കൊരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഒരു വീട് മേടിക്കാം എന്നുള്ളത് വീട്. തന്നെയാണ്. വീട് വെക്കാനാണ്, പക്ഷെ ഇതിൽ അവോയ്ഡ് ലയബിലിറ്റി എന്നാണ് ആ പറയുന്നത്. ശരി, അതൊക്കെ കുഴപ്പമില്ല. പോട്ടെ. അപ്പൊ നമ്മളെ അടുത്ത റൗണ്ട് ആരംഭിക്കുകയാണ്. നിങ്ങളെ ആദ്യ ഘട്ടം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഇവർ വിജയിച്ചു. ഇനി രണ്ടാമത്തെ റൗണ്ട് ഇതാണ്. ഇതിൽ നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, പിന്നെ ഒരു pineapple പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. മൂന്നാമത്തെ എന്തായിരിക്കും? എന്തെങ്കിലും ഗസ് ഉണ്ടോ? പാവയ്ക്ക് പാവയ്ക്ക ജ്യൂസ്. പാവയ്ക്ക ജ്യൂസ്. യെസ്. നോക്കൂ, നിങ്ങൾ വളരെ വനപ്പൊരുത്തമുള്ള ദമ്പതികളാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വർണം തരണമെന്നാണ് നമുക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ അത് നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് എടുത്ത് തരാൻ പറ്റില്ല. അപ്പോൾ ഈ ടാസ്ക്, ഈ ഗ്ലാസിൻ്റെ അടിയിൽ ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറിനകത്തിൽ ഒരു നമ്പർ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ജ്യൂസ് എടുത്ത് കുടിച്ചതിന് ശേഷം ആ ഗ്ലാസിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാണെന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ നിന്ന് PCR ന്ന് ഒരു ഇൻസ്ട്രക്ഷൻ വരും. ഓക്കെ, നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. അതിലൊരു ഹിന്റ് ഇരിക്കും. നിങ്ങളുടെ ഈ ട്രഷർ നമ്മൾ ഈ പരിസരങ്ങളിൽ, ഷോപ്പിലും ബാക്കിയുള്ള ചില സ്പേസുകളിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്ത് കുടിക്കാം. പക്ഷെ അതാണ് ഒരു നിങ്ങളുടെ കാര്യമുണ്ട്, കുറച്ച് കുടിക്കാൻ പാടില്ല, മുഴുവൻ കുടിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് ഫുഡ് ബ്ലോഗേഴ്സും കൂടി ആയതുകൊണ്ട് ഭക്ഷണം പാഴാക്കരുത്. മുഴുവൻ കുടിക്കണം. കുടിച്ചിട്ട് നോക്കുക ആ glass അതിൽ ഹിന്റ് അങ്ങ് ഉണ്ടോ പൊക്കി എന്ന്. നോക്കുക. ഇല്ലെങ്കിൽ അടുത്തത് എടുക്കുക, ഹിന്റ് ഉള്ളത്. ചിലപ്പോൾ നല്ല ലക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ എടുക്കുന്നതിൽ തന്നെ ഹിന്റ് കാണും. ഇനി അതിലില്ലെങ്കിൽ സെക്കൻഡ് വൺ എടുക്കുക, അതില്ലെങ്കിൽ തേർഡ് വൺ. മൂന്നിൽ എന്തായിരുന്നാലും ഉണ്ടാവും. അപ്പൊ തുടങ്ങാം. ഓക്കെ, തുടങ്ങിക്കോളൂ. ശീലമുണ്ടോ പാവയ്ക്ക കുടിച്ച്? ശീലമുണ്ടോ? ഇനി ആ ഗ്ലാസ് ഒന്ന് കാണിച്ചു നോക്കിയേ, അതിൽ സ്റ്റിക്കർ ഉണ്ടോ? പക്ഷെ നമ്പർ ഉണ്ടോ? പക്ഷെ നമ്പറില്ല. നമ്പർ ഇല്ല. അപ്പൊ അതിനകത്ത് ഹിന്റ് ഇല്ല. വെച്ചോളൂ. ഇനി തിരിച്ചോളൂ. ഇനി നോക്കിയോളൂ. തിരിച്ചു നോക്കൂ. നമ്പർ ഉണ്ട്. എന്താണ് ആ നമ്പർ? നമ്പർ 1 എന്നാണ് നമ്പർ. ക്ലാസ് വായിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വണ്ണ് എവിടെയാണ് ഇരിക്കുന്നത്. ആ ഒരു സൂചന എവിടെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ PCR ഇപ്പൊ വരും. Yes. നമ്പർ 1 ഈസി ബുക്സ്. ഒരു നിധിയിലേക്കുള്ള സൂചനയാണ്. അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടി നിങ്ങൾ കണ്ടെത്തണം. ഞാനും കൂടെ വരാം. ഓക്കെ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓടി, ഇത് ഡീസി. വെച്ച് പിടിച്ചിരിക്കുകയാണ്. ഡീസി, ഡീസി, ഓട്. ഡിസിക്ക് വേണ്ടിയിട്ട്. സമയമുള്ളൂ. ഓടിക്കോ. ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെയാ ഒരു പെട്ടി. കിട്ടി. ഓടി. Yes. താങ്ക് യു. Okay, ഒരു നല്ലൊരു കൈയടി. Yes. നല്ല കൈയടി കൊടുക്കാം. അതെ, congratulations നജിദ. പ്രാർത്ഥിച്ച് ഇത് ചിലപ്പോ 3 പ്രൈസേ ഉള്ളൂ. നമ്മൾ 10 ബോക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെ, ആ പ്രൈസ് ഉള്ള ബോക്സ് തന്നെ ആവണേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണം തുറക്കാം. ഇല്ലെങ്കിൽ ആ കൊച്ചു ഓടിയത് പാഴായി പോകും.
ഇതിലൊരു ബ്ലാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത്, അതിനകത്ത് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ജനൻ ടിവിയുടെ ഭാഗത്ത് നിന്നും ഒരു ഓണ സമ്മാനം നിങ്ങൾക്ക് തരികയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ നജിത പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, വിജയിക്കുക എന്നുള്ളതല്ല, അതെ, പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധനം. അപ്പൊ വിജയപരാജയങ്ങൾ നമ്മുടെ വിഷമം ഒന്നും ഉണ്ടാവില്ല അല്ലേ? ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ജനൻ ടിവിയുടെ ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാ ഈ ഒരു ഓണക്കാലത്ത് സൗഭാഗ്യങ്ങളുമായിട്ട് ജനൻ ടി വി നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇത് ജനൻ ടി വി ഒരുക്കുന്ന സ്വർണ്ണവേട്ട, പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ, co-powered by BKC Pride and Pride Credit Cooperative Society, in association with Pothys Chungat Jewelry, Kairali Jewelers, SK Hospital and അതോടൊപ്പം തന്നെ ആത്മീയം ഗീ ആൻഡ് ഹോട്ടൽ ചിത്ര. പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് നമ്മുടെ ഗോൾഡ് കോയിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെറാൾഡ ജുവലേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽ പാർട്ണർ രാമചന്ദ്രനാണ്. അപ്പം നമ്മൾ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി, നല്ല വൈബായിട്ടുള്ള ഫാമിലി. പക്ഷേ സകല ഭാഗ്യം കൊണ്ട് ഒന്ന് മിസ്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിസ്സായി പോയി. പക്ഷേ അവരുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. അത് നമ്മൾ നിർബന്ധമായിട്ട് പറയണം. രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് വിളിക്കാം. അതെ, ഓക്കേ. യെസ്, രണ്ട് ഫ്രണ്ട്സ് ആണ്, രണ്ട് ചുണക്കുട്ടികളാണ് നമ്മുടെ മുന്നിലേക്ക് ഇതാ വരുന്നത് ഭാഗ്യ പരീക്ഷണത്തിനായി നിധി തേടിയുള്ള യാത്രയിലേക്കായി. പേര് പറയാം, പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിമി, ഞാൻ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ശാലിനി, ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇത് നിങ്ങൾക്ക് കഴിക്കാം, നിർബന്ധമായിട്ടും ഫുള്ളായിട്ട് കഴിക്കണം. അത് മാത്രമല്ല, ഒരാൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റേ കഴിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തോളാം. അപ്പൊ തുടങ്ങിയാലോ നമുക്ക്? ആരാണ് ആദ്യം വരുന്നത്? സുഹൃത്തിന്റെ തലയിൽ ഇട്ടു. ഓക്കെ, കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നു? ഇഞ്ചിയാണോ? ഇഞ്ചിയാണോ എന്നൊക്കെ ആണോ? ഓണത്തിന് ഇഞ്ചി അച്ചാർ കൂട്ടാറില്ലേ? കൂട്ടാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഇഞ്ചി കഴിച്ചിട്ട് അതാണ് വയറുവേദന വരുമ്പോ ഇഞ്ചി ശകലം ഒരു ഉപ്പ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, നന്നായിരിക്കും. ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാ ഇഞ്ചി, പഴമക്കാരൊക്കെ. അപ്പൊ കഴിച്ചാലോ? ഇഞ്ചി കടിച്ച് അണ്ണാലെ പൊണ്ണെന്ന് പണ്ട് പറയാറില്ലേ? ഒരു കടി കടിച്ച് നോക്കട്ടെ. വയറുവേദനക്കൊക്കെ നല്ലത് കഴിച്ചു. അപ്പൊ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ കഴിച്ചോ? ഫീലിംഗ് കുഴപ്പമില്ല, ഇഞ്ചി നമ്മൾ കഴിക്കുന്നതന്നെയാണല്ലോ. ഒരു ചെറിയ കഷ്ണം കൂടെ മാത്രം ബാക്കിയേക്ക് നിന്നെ കൊണ്ട് ഒരു നല്ല കൈയടി കൊടുക്കാം. ഇത്രയും ഗംഭീരമായിട്ട് ഇഞ്ചിയൊക്കെ കഴിക്കല്ലേ? യെസ്, ഇഞ്ചി തീർന്നു. ഇനി ആ ബോക്സ് നമ്മൾ എടുക്കുന്നു. ആ ബോക്സിൽ നിങ്ങൾക്കുള്ള സ്വർണത്തിന്റെ ഹിന്റ് ഉണ്ടോ നോക്കൂ. നമ്പർ ഉണ്ട്. ഭയങ്കര ഭാഗ്യവതി. ആ നമ്പർ ഏതാണെന്ന് ഇത് കിട്ടിയിരുന്നില്ല എങ്കിൽ ഇനി അടുത്ത് ഇത് ഓപ്പൺ ചെയ്യണമായിരുന്നു, അത് കഴിക്കണമായിരുന്നു. അതിലില്ലായിരുന്നെങ്കിൽ ഇനി വീണ്ടും അടുത്തത് പിടിക്കുമായിരുന്നു. എന്തായിരുന്നാലും കിട്ടിക്ക് കളഞ്ഞു. അപ്പൊ നല്ലൊരു ഭാഗ്യമുണ്ട് തന്നെ, മനസ്സിലായില്ലേ? ഗംഭീര ഭാഗ്യം. ഫസ്റ്റ് ചോയ്സിൽ തന്നെ കറക്റ്റ് ഹിന്റ് ഉള്ള നമ്പർ ഉള്ള ബോക്സ് തന്നെ കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ PCR നമ്പർ 5, പൗച്ച് ഗാലറി. അപ്പൊ പൗച്ച് ഗാലറിയിലാണ് ഇതിന്റെ ഹിന്റ് ഇരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ സാധനം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്റെ കൂടെ ആര് വരും? ഞാൻ വരും. 2 മിനിറ്റ് സമയമുള്ളൂ. ഓക്കെ, 2 പൗച്ച് ഗാലറി നോക്കിക്കോ. ഈ പൗച്ച് ഗാലറിക്കകത്തുണ്ട്. നശിപ്പിക്കരുത്. പല സ്ഥലത്തും പൗച്ച് ഗാലറിക്കകത്തൊന്നും പ്ലീസ് സമാധാനപ്പെടും. കൂളാവും, ടെൻഷനിലല്ല. എന്നെ നോക്ക്, പതുക്കെ നോക്ക്. പ്ലേസ് ചെയ്യാതെ അങ്ങനെ. പൗച്ച് ഗാലറിയിലാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിന്റെ പെട്ടി എവിടെയുണ്ട്? ഇനി വെറുതെ ശല്യപ്പെടുന്നില്ല. എന്തെങ്കിലും കൂടെ മറുപടി പറയണം. ഷിമി അത്യാവശ്യം കൊള്ളാന്നുള്ള ഈ ടൈപ്പ് പോലത്തെ ഒരു ബോക്സ് ആണ്. അപ്പൊ എന്തായിരുന്നാലും നിർഭാഗ്യവശാൽ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതാ നമ്മുടെ ഷിമി വന്നിരിക്കുകയാണ്. കിട്ടിയോ? നിധി കിട്ടിയോ? അപ്പൊ ഇനി അടുത്ത ഓട്ടശാലിലേക്കാണ്. റെഡി? ശാലിനി കണ്ടുപിടിക്കില്ലേ? ഉറപ്പല്ല. അല്ല, വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ടീമിനുണ്ട് ഇഞ്ചി തിന്നത് അവളാണ്. അപ്പൊ നീ ഇതെങ്കിലും ചെയ്യും. അപ്പൊ ടൈമിംഗ് നോക്കിയോളൂ. റെഡി സെറ്റ് ഗോ. ഓക്കെ, ഇതാ അപ്പൊ 2 മിനിറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. 2 മിനിറ്റ് ഓടി വാ.
പതുക്കെ 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 കൈമല കൊണ്ട്. വാ 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 വാ. ഇതാണ് നമ്മുടെ പൗച്ച് ഗാലറി, ട്രാവൻകൂർ മാളിലെ പൗച്ച് ഗാലറി. ഇവിടെയാണ് നിങ്ങൾക്കുള്ള ട്രഷർ സൂക്ഷിച്ചിരിക്കുന്നത്. ടെൻഷൻ ഉണ്ടാ? ടെൻഷൻ എല്ലായിടത്തും നോക്കണം. ടെൻഷൻ ഉണ്ട്, എല്ലായിടത്തും നോക്കണം. ഞങ്ങൾ പല സ്ഥലത്തും ചിലപ്പോൾ ഒളിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അവിടെയൊക്കെ അവൾ നോക്കി, അതൊക്കെ നോക്കി. കൺഗ്രാറ്റുലേഷൻസ്. തുറക്കാൻ പാടില്ല. ഫസ്റ്റ് പ്രൈസ് ആണോ, സെക്കൻഡ് പ്രൈസ് ആണോ, തേർഡ് പ്രൈസ് ആണോ? ഫസ്റ്റ് കിട്ടിയാൽ കൊള്ളാം അല്ലേ? കിട്ടിയെങ്കിൽ ഫസ്റ്റ്. ഓക്കെ, കിട്ടിയാൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിരിക്കോ അതോ സെക്കൻഡ് ആയിരിക്കോ അതോ ഇപ്പൊ തേർഡ് ആയിരിക്കോ? രണ്ട്. അടിച്ചോ? രണ്ടെന്ന് പറഞ്ഞെന്ത്? അടിച്ചോ? 2 സമാനാണോ? ആണോ? 2 ഗ്രാമാ? 2 ഗ്രാമാണോ? ആണോ? പറയൂ. 2 ഗ്രാമാണോ ഇനിയിപ്പോ? ഫസ്റ്റ് അടിച്ചോ നിങ്ങക്ക്? രണ്ടെന്ന് പറഞ്ഞാൽ എണ്ണല്ലേ, 1 കഴിഞ്ഞാൽ 2. പിന്നെ എന്തൊരു വെപ്രാളം ഇത്. അടിച്ചോ? ജനൻ ടി വി സ്വർണ്ണവേട്ടയിൽ നമ്മുടെ 2 കൂട്ടുകാരികൾ ആദ്യമായിട്ട് സമ്മാനം അടിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രൈസ് കൊണ്ടുപോയി. രണ്ടാമത്തെ പ്രൈസ് നമ്മൾ കൊടുക്കാം. ഇത് നമ്മൾ ഡമ്മി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സാധനം ദാ ഇതിനകത്താണ്. അപ്പൊ നമുക്ക് തരട്ടെ? അയ്യോ, കരയില്ല. സന്തോഷം, ആനന്ദ ഫസ്റ്റ് ടൈം ആണ്. ഓ അത് തന്നെ, ഭാഗ്യമുണ്ടപ്പോ. ഭാഗ്യമുണ്ട്. ഇഞ്ചി അടിച്ചത് വെറുതെ ആയില്ല അല്ലേ? അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ 2ാം സമ്മാനം കൂട്ടുകാരികൾ കൊണ്ടുപോയി. ഇനി 3ാം സമ്മാനത്തിന്റെ 1ാം സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ അടുത്ത മത്സരാർത്ഥികളെ നമുക്ക് വിളിക്കാം. ഈ പൊന്നോട് കാലത്തിന്റെ സൗകുമാര്യതകൾക്കൊപ്പം കൂടാനായിട്ട് ജനൻ ടി വി നിങ്ങൾക്കായിട്ട് ഇതാ ഒരുക്കുന്നു ജനൻ ടി വി സ്വർണ്ണവേട്ട, പവേർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ, കോപ്പവേർഡ് ബൈ BKC Pride Credit and Cooperative Society in association with Pothys Chungat Jewelry, Kairali Jewelers, അതോടൊപ്പം തന്നെ നമ്മുടെ SK Hospital and ആത്മീയം ഗീ ആൻഡ് ഹോട്ടൽ ചിത്ര. നമ്മുടെ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നമ്മുടെ ഗോൾഡ് കോയിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെറാൾഡ ജുവലേഴ്സ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ഫെസ്റ്റിവൽ പാർട്ണർ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്. അപ്പോൾ നമ്മുടെ ട്രാവൻകൂർ മാളിലെ മോൾ ഓഫ് ട്രാവൻകൂറിൽ 2 കിടിലൻ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. ഓടി ചാടി വാ, വേഗം വന്നു. ഹലോ, ഓക്കെ, ഹായ് വെൽക്കം ടു നമ്മുടെ ജനൻ ടി വിയുടെ ഒരു സ്വർണ്ണ വേട്ടയിലേക്ക്. ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണം അതെ 3 ഉള്ളൂ. അപ്പോൾ എൻജോയ്മെന്റിന്റെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, പേര് ലാൽ, ഐക്യല സ്റ്റാഫാണ്. ഓക്കെ, വീട് ട്രിവാൻഡ്രം തന്നെ, പാപ്പനംകോട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ. ഓണത്തിന് സദ്യയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഏതാണ്? പായസം. ഏത് പായസം? പാൽപ്പായസം, പിന്നെ ബോളിയൊക്കെ ഇങ്ങനെ കോമ്പിനേഷൻ പാൽപായസത്തിന്റെ കൂടെ ബോളി. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പാൽപ്പായസവും ബോളി. വേറെ ഡിസ്ട്രിക്റ്റുകളിലൊന്നും. നമ്മുടെ സ്വർണ്ണവേട്ടയില് നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ഗംഭീരൻ ടാസ്ക് ആണ് കൊടുക്കാൻ പോകുന്നത്. 1ാം സമ്മാനവും കാത്തിരിക്കുകയാണ്. ഒന്നാം സമ്മാനം കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പല്ല, എന്നാലും പ്രതീക്ഷിക്കുന്നു. ഉറപ്പാണ്. 1ാം സമ്മാനം 2 ഗ്രാം ഗോൾഡ് കോയിൻ ആണ്. നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെറൻഡ ജുവൽസ് ആണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു ടാസ്ക് ഉണ്ട്. ഈ ടാസ്കിൽ എളുപ്പത്തിലൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയൊരു ടാസ്ക്. ഇതിൽ 3നും ഓരോ ഫുഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഫുഡ് ഫോർക്ക് വെച്ചിട്ട് വേണം കഴിക്കാൻ. അത് എങ്ങനെ കഴിക്കണം? എടുക്കുന്ന ആള് തന്നെ കഴിക്കരുത്. നീയാണ് കഴിക്കുന്നതെങ്കിൽ നീ കൈകെട്ടി ഇവിടെ നിൽക്കണം. അയാൾ അത് ഫോർക്കിൽ കുത്തി നിനക്ക് തരും. ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് ഫുഡ് താറെ വീഴാനും പാടില്ല. വളരെ കൃത്യമായ രീതിയിൽ 2 പേരുടെ ആ കോപ്പറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല ബോണ്ടിങ് ഉള്ള ഫ്രണ്ട്സ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ ലക്കാണ്. ഇതിൽ ഏതിലാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു ആ ബോക്സ് നിങ്ങൾക്ക് ആദ്യം സെലക്ട് ചെയ്യാം. നീ സെലക്ട് ചെയ്യും. ഇനി ആരാണ് സെലക്ട് ചെയ്തോ? ഏത് ബോക്സാ? സെക്കൻഡ് വൺ വച്ചു. ഇനി ആരാണ് കഴിക്കുന്നത്? നീ കഴിക്കും, കൊടുക്കും.
ഓക്കെ, വെരി ഗുഡ്. ഇനി ആ ഫോർക്ക് എടുക്കാം. ഫോർക്ക് എടുത്തോ, അത് തുറക്കാം. തുറന്നിട്ട് നമ്മുടെ ആ ഒരു ഡിഷ് അതെന്താണോ എടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വേസ്റ്റ് ആക്കരുത്, ഭക്ഷണമാണ്. എന്താണ് അതിലുള്ളതെന്ന് അറിയാം. പൂർണ്ണമായിട്ട് കഴിക്കണം. നിനക്ക് ഇഷ്ടമുള്ള സാധനം. മനുഷ്യൻ ഇതേപോലെ നാണം കെടുത്തുന്ന മറ്റൊരു ഭക്ഷണം ഇല്ല എന്നാണ് പൊതുവെ പറയാറ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, റെഡി? ഇതിങ്ങനെ കയ്യിലെടുത്ത് എടുത്തോ. കൊടുക്കാം. റെഡി? രണ്ട് കൈയും പിറകിൽ കെട്ടണം. നിന്റെ കൈ കെട്ടണം. ഓക്കെ, പതുക്കെ പതുക്കെ. പക്ഷേ സമയം തരും, കൃത്യമായ സമയം തരും. ഈ ഭക്ഷണം ഇതിനകത്ത് എന്താണ് ഞാൻ പറഞ്ഞത്? മുട്ടപ്പപ്സ്. അതുകൊണ്ടത് തള്ളിക്കൊടു തള്ളിക്കൊടു അവന്റെ നാക്കൊക്കെ പോവിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. നോക്കാം നമുക്ക്. അതിനകത്ത് ഏതെങ്കിലും നമ്പറുകളോ ഹിന്റോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എടുത്തോ. ഉണ്ടാകും. നമ്പർ 3. അപ്പൊ നമ്പർ 3 ആണ് പറഞ്ഞിരിക്കുന്നത്. 3 ഏതാ? 3 എവിടെയാണ്? ന്യൂ യു. ന്യൂ യു. ന്യൂ യുയിലാണ്. അപ്പൊ റെഡി? തുടങ്ങാം. തുടങ്ങാം. റെഡി? കംപ്ലീറ്റ് ചെയ്തോ. റെഡി? 1 2 3 ഗോ. ഓടിക്കോ, വേഗം ഓടിക്കോ. ഗായത്രി അടുത്താ പോയിരിക്കുന്നത്. ന്യൂ യു. 2 മിനിറ്റേ ഉള്ളൂ. ന്യൂ യുവിന് 2 മിനിറ്റ് സമയമേ ഉള്ളൂ. 2 മിനിറ്റിനുള്ളിൽ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കണം. എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കണം. ഇവിടെ സാധനമുണ്ട്. ഒന്ന് ബാക്ക് പിടിച്ചോ. അവർക്ക് അറിഞ്ഞൂടാ. എവിടെ എവിടെ എവിടെ? ന്യൂ യു എന്ന് പറയുന്ന കോസ്മെറ്റിക് സെന്ററിൽ നിങ്ങളുടെ ഹിന്റ് ഇരിപ്പുണ്ട്. ടൈം 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 ടൈം. കണ്ണാടിയൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അവിടെ ചോദിച്ചോക്കെ. കണ്ണാടിയാ എവിടെ ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഇവക്ക് മാലക്കണ്ണാണ്. മാലക്കണ്ണ്. എവിടെ പറ? എവിടെ? ചൂട് തണുപ്പ് തണുപ്പ് ചൂട് ചൂട് തണുപ്പ് ചൂട്. ഓടാ. ഗായത്രിയുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. ഗായത്രി ഇത്രയും വളരെ കീനായിട്ട് നോക്കിയിട്ട് പോലും വീണ്ടും നോക്കിയാണ് കണ്ണ് കീനായിട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല ഗായത്രിക്ക്. ഗായത്രി ഇത് നിരാശയായി മടങ്ങി എത്തിയിരിക്കുകയാണ്. ഗായത്രി പഠിച്ച പണി 18 നോക്കി. ഗായത്രിയുടെ പിന്നെ സഹപ്രവർത്തകരെല്ലാം ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. പക്ഷേ ആളുകളുടെ കൂട്ടം കൂടിയതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വിഷമായോ? ലാലിന്റെ പുറത്ത് വിശ്വാസമുണ്ട്. 100% ലാല് കണ്ടുപിടിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇറങ്ങാം. ലാലെ 1 2 3 എന്നെ കൂടെ വഴി കെട്ടിട്ടു. പരമായ രീതിയിൽ ആ കമ്പ്യൂട്ടർ എല്ലാം 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. കമോൺ, നിന്നെ കൊണ്ട് പറ്റുവാടാ. 40 സെക്കൻഡ് കണ്ടിരിക്കുന്നു. 40 സെക്കൻഡ് 47 സെക്കൻഡ് 47 സെക്കൻഡ് 47 സെക്കൻഡ്
ആര്? ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ലാലിനെ വിട്ടിരുന്നെങ്കിൽ അവ എടുക്കുമെന്ന്. അവൻ രണ്ടാമത് ലാലിനെ തന്നെ വിട്ടിരുന്നെങ്കിൽ അവൻ രണ്ടാമത്തെ എടുത്തു. ലാൽ വന്നിരിക്കുകയാണ്. ഒരു കൈയടിയൊക്കെ കൊടുക്കാം. അവനവിടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു സാധനം. വേസ്റ്റിൽ തപ്പാൻ നിനക്ക് ഭയങ്കര മിടുക്കനാ. വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു മോഡല് അതിനകത്ത് നമ്മൾ വച്ചിരുന്നു. അവൻ കറക്റ്റായിട്ട് തപ്പി. അവൻ എന്തായിരുന്നാലും ഗുഡ്, വെരി ഗുഡ്. ഇനി സസ്പെൻസ് ഇടുന്നില്ല. ഇല്ല, നീ തുറന്ന് അവനെ. പക്ഷേ ഇതിലൊന്നും ഇല്ലെങ്കിൽ നീ ചെയ്ത ഏറ്റവും വലിയ ദുഷ്ടത്തരായി. ഇതിന് നമ്മൾ എടുക്കുമ്പോൾ ഒരു ലോട്ട് കാണും. ആ ലോട്ടിനകത്ത് ഒരു നമ്പരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് 0 എന്നാണ്. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നാണ് അർത്ഥം. ആരെ ഇപ്പൊ പ്രാർത്ഥിച്ച ആളുടെ പേര് പറ. എൻ്റെ ശിവനെ. അതിലേതാണ് നമ്പർ പറ. നോക്കാം. എനിക്ക് ലാലിന്റെ പ്രതികരണമാണ് അറിയേണ്ടത്. പറഞ്ഞോ. പറയല്ല. എന്താണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലെന്നാണ്. ഓക്കെ, നോ പ്രോബ്ലം, ഐ ഹാപ്പി. നല്ല കൈയടി കൊടുക്കാം. നല്ല കൈയടി. നല്ലൊരു കൈയടി നൽകാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് തന്നെ വലിയ. ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് ജനം ടിവിയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതെ, അപ്പം ഈ ഓണത്തിന്റെ ആഘോഷകാലത്തിന്റെ പൊലിമയോടൊപ്പം ചേരാൻ വേണ്ടി ജനം ടി വി നിങ്ങൾക്കായിട്ട് ഇതാ ഒരുക്കുകയാണ് സ്വർണ്ണവേട്ട, പവേർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ, കോപ്പവേർഡ് ബൈ BKC പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതോടൊപ്പം ഇൻ അസോസിയേഷൻ വിത്ത് പോത്തീസ് ചുങ്കത് ജ്വല്ലേഴ്സ്, കൈരളി ജ്വല്ലേഴ്സ്, SK ഹോസ്പിറ്റൽ, ആത്മീയം ഗീ ആൻഡ് ഹോട്ടൽ ചിത്ര. നമ്മുടെ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെറാൾഡ ജുവലേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽ പാർട്ണർ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്. അപ്പോൾ ട്രാവൻകൂർ മാളിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ വൈബായിട്ടുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ നല്ല ആഘോഷം സെറ്റപ്പ് ആണ് അല്ലേ? കളർഫുൾ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളെല്ലാരും അങ്ങ് ആഘോഷിക്കുകയാണ്, എൻജോയ് ചെയ്യാണ്. കൊല്ലത്ത് നിന്ന് വന്ന ഒരു ഫാമിലി ഉണ്ട് കേട്ടോ, അവിടെ വിളിക്കട്ടെ. കൊല്ലംകാരാണല്ലേ? കൊല്ലംകാരാണ്. ദമ്പതികളാണല്ലേ ഇവര്? അവര് സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ്. ബ്രദേഴ്സ് ആണ്. ഓക്കേ, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഓക്കേ, നമസ്കാരം. നമസ്കാരം, സ്വാഗതം ജനം ടിവിയുടെ സ്വർണ്ണവേട്ടയിലേക്ക്. അപ്പൊ ചെറിയീടുള്ള സഹോദരനും സഹോദരിയാണ്. സഹോദരന്റെ പേര് വിഷ്ണു. എന്ത് ചെയ്യുന്നു വിഷ്ണു? ടീലിന്റെ പണിയാണ്. ഓക്കെ. എവിടെ ചെറിയീട്? എവിടെയാ? ചെറുവള്ളിമുക്ക്. പേര്? എൻ്റെ പേര് ഗോപിക. ഗോപിക. ഗോപിക എന്ത് ചെയ്യണു? ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടില്. മോനൊക്കെ മക്കളൊക്കെ പഠിക്കുന്നു. ഏതിനാ പഠിക്കണേ? ഒരാള് 1st സ്റ്റാൻഡേർഡിലും ഒരാൾ LKGയിലും. ഹസ്ബൻഡ് പുറത്താണ്. പുറത്താണ്. ഓക്കെ. ശരി. അപ്പൊ വിഷ്ണു ഗോപികയാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത്. ചിലപ്പം എനിക്ക് തോന്നുന്നു ചെറിയീടിന്റെ പൊന്മുത്തുക്കളാക്കി എന്തോന്നിനാണ് പൊന്മുത്തുക്കളായ നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് 3rd പ്രൈസും ഫസ്റ്റ് പ്രൈസുമാണ്. ഫസ്റ്റ് പ്രൈസ് 2 ഗോൾഡ് കോയിൻ. അതെ. 3rd പ്രൈസ് 1 ഗോൾഡ് കോയിൻ. 1/4 പവൻ സ്വർണവും അതോടൊപ്പം തന്നെ 1 ഗ്രാം സ്വർണവുമാണ്. അതോടൊപ്പം തന്നെ 3ാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രതീക്ഷയുണ്ടോ? ചെറിയൊരു പ്രതീക്ഷയുണ്ടോ? ഗോപികക്ക് പ്രതീക്ഷയുണ്ടോ? 1ാം സമ്മാനം പ്രതീക്ഷയുണ്ട്. ഓക്കെ, ഉറപ്പാണ്. ആ കോൺഫിഡൻസിൽ തന്നെ നമുക്ക് ആദ്യത്തെ ടാസ്കിലേക്ക് അങ്ങ് പോയാലോ? ഫസ്റ്റ് ടാസ്കിലേക്ക് പോവാം. സംഭവം ഇത്ര ഉള്ളൂ. 3 ജ്യൂസ് ഉണ്ട്. ഈ ജ്യൂസിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഒരുമിച്ച് ഒറ്റയ്ക്ക് കുടിക്കാം, ബ്രദറിനെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ ബ്രദർ കുടിക്കാം, സിസ്റ്ററിനെ കൂടെ കൂട്ടാം. പറയണത് നിനക്ക് മനസ്സിലാവും. ഭയങ്കര ഭാഗ്യമാണ്. പോകൂലേ? ബാക്കി കുടിക്കണോ? ബാക്കി ഗോപി കുടിക്കണോ? ബാക്കി ഗോപി കുടിക്കണോ? ബാക്കി കുടിക്കും. നല്ല ഭാഗ്യമുണ്ട്. ഭയങ്കര ഭാഗ്യമാണ്. അതെ. ഫസ്റ്റ് സെലക്ട് ചെയ്ത ഗ്ലാസിന്റെ ചുവട്ടിൽ തന്നെ അതിന്റെ ഹിന്റ് ഉണ്ട്. നമ്പർ 4 ആണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു നമ്പർ. നിധിയിലേക്കുള്ള ഒരു ക്ലൂ ആണ് അത്. നിങ്ങളുടെ ഗോൾഡ് കോയിൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് അതിന്റെ ഹിന്റാണ്. നമ്പർ റിഫ്സ് പെർഫ്യൂംസ്. അവിടെ ഇരിപ്പുണ്ട്. റിഫ്സ് പെർഫ്യൂം മുന്നിൽ തന്നെ ഉണ്ട്. ആരാദ്യം പോവും? 2 മിനിറ്റ് സമയമുള്ളൂ. 2 മിനിറ്റ് സമയത്തിനുള്ളിൽ സെർച്ച് ചെയ്തിട്ട് ആ സാധനം പിടിക്കുക. അപ്പൊ 1 2 3 ഗോ. ഓടിക്കോ. എവിടെ പോണം? എന്നെ ഇവിടെ വളരെ സമാധാനം. നോക്കണം. എല്ലാം അങ്ങനെ പരിധി നോക്കി പോവല്ലേ വിഷ്ണു? പറഞ്ഞു വിഷ്ണു പറഞ്ഞു. ഇരുന്ന് നോക്ക്.
ഇവിടെയൊക്കെ നോക്ക്, ഇവിടെയൊക്കെ നോക്ക്, ഇവിടെയൊക്കെ നോക്കടാ. എടാ, മിടുക്കൻ. ഇവിടെയൊക്കെ നോക്ക്, ഇവിടെയൊക്കെ നോക്ക്, ഇവിടെയൊക്കെ നോക്ക്. അവിടെ റാക്കിൽ മാത്രമല്ല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു തരത്തിൽ ഇത് എടുക്കരുതെന്നുള്ള രീതിയിലാണ് അവർ അത് ഗോപിക വിളിക്കുന്നു. എന്താ ഗോപിക? ഗോപിക എന്തോ പറയണ്ട നിങ്ങൾക്ക്? എന്താ ഗോപിക എന്താ പറയണ്ട പറഞ്ഞേ? സമയം വായു നോക്കി, സമയം പോണ പെട്ടെന്ന് നോക്കാം. 3 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ നോക്ക്. ഞാൻ നിന്നെ സഹായിക്കണം, ഹിന്റ് തരണം. ചിലപ്പോൾ ക്യാഷിന്റെ ഇടയിൽ വെച്ചിരിക്കണമെങ്കിലാ, ക്യാഷിന്റെ ഇടയിൽ ഇതിന്റെ അടിയിലൊക്കെ വേസ്റ്റ് ബോക്സിന്റെ അവിടെ ഇട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? വേസ്റ്റ് ബോക്സിന്റെ അവിടെ ഇട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഗാർബേജ് ബാഗ്. വിഷമിക്കണ്ട, യാതൊരു വിഷമം വേണ്ട വിഷ്ണു. നമുക്ക് ഗോപിക ഉണ്ടല്ലോ അടുത്ത തേരാളി. അടുത്ത ഗോപികയാണ് പോകുന്നത്. സ്വർണ്ണ വേട്ടയ്ക്കായിട്ട് ഇറങ്ങാണ്. നോക്ക്, സമാധാനമായിട്ട് വളരെ കാമായിട്ട് നോക്ക്. അവൻ നോക്കിയ സ്പേസുകൾ മാറ്റി ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് പതുക്കെ കാമായിട്ട് നോക്ക്. അവൻ നോക്കിയ സ്പേസുകൾ നോക്കി. വിഷ്ണു വല്ലതും പറയണ്ട? വിഷ്ണുവിന് ഗോപിയോട് എന്തെങ്കിലും പറയണ്ടോ? എവിടെയാ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞു കൊടുത്തു വേണമെങ്കിൽ. വിഷ്ണു എവിടെ? സമാധാനത്തിൽ ബഹളം വേണ്ട. വിഷ്ണുവിന് ഭയങ്കര പ്രശ്നമായിരുന്നു. എത്ര സമയം കഴിഞ്ഞു? 1 മിനിറ്റ് കഴിഞ്ഞാ? എടേ 1 മിനിറ്റ് ആയാടേ? 1 മിനിറ്റ് ആയാ? 1 മിനിറ്റ് ആയി. ഇനി 1 മിനിറ്റ് സമയമുണ്ട് എന്ന് പറഞ്ഞോണ്ട് ലേസി ആയിട്ട് നോക്കണ്ട. നോക്കി പതുക്കെ പോ. അങ്ങോട്ടും കൂടെ നോക്ക്. ഇങ്ങോട്ട് അങ്ങോട്ടും കൂടെ നോക്ക്. നോക്ക്. അതുപോലെ ഇരിക്കും ചിലപ്പോ. എന്റെ അമ്മേ, നോക്കി പതുക്കെ പോ. പതുക്കെ പോ. നോക്കി പോ. ഈശ്വരാ, സ്പ്രേ പിടിച്ച്. നമ്മുടെ ഗോപികയ്ക്ക് ഇതാ കിട്ടിയിരിക്കുകയാണ് സ്വർണ്ണപ്പെട്ടി. വിഷ്ണു ഹാപ്പി ആയോ? യെസ്, ഗോപിക ഇതാ നമ്മുടെ സ്വർണ്ണപ്പെട്ടിയും കൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്കല്ല, നിങ്ങൾക്കാണത്. ഇതിൽ പ്രൈസ് ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ അറിയാൻ പറ്റും. നമ്പർ 4 എന്ന് പറയുന്നത് ഏത് പ്രൈസാ? തേർഡ് പ്രൈസ്. അപ്പൊ ഒരു ഗോൾഡ് കോയിൻ കിട്ടിയിരിക്കുന്നു. നിനക്ക് സന്തോഷമില്ലേടോ? ഇല്ലെന്നാ? ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്തേക്ക് മലയാളികളെ ഏറ്റവും കൂടുതൽ ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വികാരം കൂടിയാണ് ഓണം. ഈ വർഷത്തെ ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഹൃദയപൂർവ്വം ഞങ്ങളുടെയും ജനം ടിവിയുടെയും ഓണാശംസകൾ നേരുന്നു. അതെ, അപ്പോൾ ഈ ഒരു ഓണക്കാലത്തിന്റെ നിറച്ചാർത്തുകളോടൊപ്പം തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്നേഹ സമ്മാനമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ജനം ടി വി എത്തിയിരിക്കുന്നത്. ഇത് ജനം ടി വി ഒരുക്കുന്ന സ്വർണ്ണവേട്ട പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, co-powered by VKC Pride Credit Cooperative Society Limited, in association with Pothys, Chungat Jewelers, Kairali Jewelers, SK Hospital, Hotel Chitra and Atmiyam Kaugi. അതുപോലെ തന്നെ ജനം സ്വർണ്ണവേട്ടയുടെ നമ്മുടെ പ്രൈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗോൾഡ് കോയിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെറാൾഡ ജുവലേഴ്സും അതുപോലെ തന്നെ ഫെസ്റ്റിവൽ പാർട്ണർ നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസുമാണ്. നമ്മൾ തിരുവനന്തപുരത്തെ ട്രാവൻകൂർ മാളിലാണ് നമ്മുടെ സ്വർണ്ണവേട്ട ഇറങ്ങുന്നത്. ഇതാ ഈ ആഘോഷങ്ങളൊക്കെ വർണ്ണാഭമായിട്ട് അടിപൊളിയായിട്ട് പ്രൗഢഗംഭീരമായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ കോംബോയാണ് അല്ലേ? ഓക്കെ, അപ്പം ആരാണ് ആ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ? ഓടി വരാൻ വേദിയിലേക്ക് പ്ലീസ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്, അത് കുഴപ്പമില്ല. പിന്നെ മാളിൽ അങ്ങനെയല്ലോ. വരൂ. നമസ്കാരം. ഷോപ്പിംഗ് നമുക്ക് അതൊക്കെ നമസ്കാരം. വെൽക്കം ടു നമ്മുടെ ജനം ടിവിയുടെ ഈ ഒരു സ്വർണ്ണവേട്ടയിലേക്ക് ഇരുവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം.
ആൻഡ് അപ്പം നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താം, നമ്മുടെ ഈ ഒരു ഓണക്കാലത്തിനെ പറ്റിയൊക്കെ പറയാം. ഓക്കെ, പ്ലീസ്. പേര്? എൻ്റെ പേര് ഷാഹിദ. എവിടെയാണ്, എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപികയാണ് ദുബായിൽ. വെക്കേഷൻ വന്നതാണ്. വെക്കേഷൻ വന്നിരിക്കുകയാണ്, ഭാഗ്യം പരീക്ഷിക്കാൻ വെക്കേഷൻ വന്നിരിക്കുകയാണ്. അനിയനെ എനിക്കറിയാം, അനിയൻ ഷബീർ, നമുക്കറിയാം, യൂട്യൂബറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഓ, സകലകലാവല്ലഭൻ. ഇതിന് മൂന്നും കൺസീൽഡ് ഫുഡാണ്, ഫുഡ് ഐറ്റം. ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ആ ഫുഡ് ഒരാൾ കഴിക്കണം, ഒരാൾ ഈ ഫോർക്കിൽ കുത്തി കൊടുക്കണം. അതായത് ഫോർക്കിൽ വെച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക, അവർ കൈ ഫീഡ് ഉപയോഗിക്കാതെ ചെയ്യണം. ഓക്കെ, കഴിക്കാം. മറ്റേ ആൾ കഴിക്കുന്ന ആൾ കൈ ഉപയോഗിക്കാൻ പാടില്ല. അത് മൊത്തം കഴിച്ച് തീർന്നതിന് ശേഷം ഈ പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹിൻ്റ്, ഒരു നമ്പർ കാണും. ലക്ക് ഉണ്ടെങ്കിൽ ആദ്യം സെലക്ട് ചെയ്തതിൽ തന്നെ നമ്പർ കിട്ടും, അല്ലെങ്കിൽ രണ്ടാമത്തത് ഓപ്പൺ ചെയ്യുക, അത് കഴിക്കുക, അത് നോക്കുക. 3 ബോക്സ് ഉണ്ട്, ഏത് ബോക്സ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അവൻ പറഞ്ഞേട്ടോ, കൊതി പെട്ടെന്ന് ആവട്ടെന്ന്. യെസ്, അത് അതിൽ വച്ചിട്ട് നോക്ക്. ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം. അപ്പൊ ടാസ്ക് ആരംഭിച്ചു. കൈ ബാക്കി കെട്ടണം അല്ലേ? അതൊക്കെ ചേച്ചി സാധനം പോയി. അതിന്റെ അർത്ഥം എന്താ കിഷോറേട്ടാ? അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? പിന്നെ അടുത്തത് എടുക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, ഇനി ഇതിവിടെ വച്ചേക്കട്ടെ. അതെടുത്ത് അതെന്താണ്? അതാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് സെറ്റ് ചെയ്തോളണം. സെൻറ്ററിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലേ നോക്കാം, അതിന്റെ പിന്നില് ഒരു നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് നമ്പർ ഉണ്ട്. യെസ്, 6. അപ്പൊ എന്തുകൊണ്ടും ആ കട്ട്ലറ്റ് ആദ്യം വെളിയിൽ പോയത് നന്നായി. കട്ട്ലറ്റ് ഉള്ളതാണ്, അത് എടുത്തു നോക്കിയേ. അതിൽ നമ്പർ ഉണ്ടോ നോക്കിയാലോ? നമ്പർ ഉണ്ടോ നോക്കിയേ. അപ്പോ കട്ട്ലറ്റ് അതിൽ നിന്നും അത് മിസ്സായത് എന്തുകൊണ്ട് നല്ലതാണ്. അതിനകത്തായിരുന്നില്ല സാധനം. അപ്പൊ എന്തോ മണക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ഹിന്റ് വന്നിരിക്കുന്നത് 6 ആണ്. നിങ്ങളുടെ ബോക്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇപ്പൊ PCR എന്ന് പറയും. PCR മലബാർ മാളിന്റെ സ്റ്റേജ്. ഓ, നമ്മൾ അത്തപ്പൂക്കളത്തിന്റെ ആ സ്റ്റേജിലാണോ? അപ്പൊ റെഡി? 1 2 3. പിടിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ചാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിങ്. എവിടെയും ആവാലോ, സ്റ്റേജിന്റെ എവിടെയും ആവാം. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഒരു പെട്ടി ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയടാ പൊന്നുപോലാണ്. അത് കറക്റ്റ് അതിന്റെ അടിയിലൊരു ഹാലജൻ ഓടി വായോ, കിട്ടി നമ്മുടെ സ്വർണ്ണപ്പെട്ടി കിട്ടി. പിന്നെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ മൊത്തം റിവീൽ ചെയ്ത് എത്ര പെട്ടിയുണ്ട്? 5 എണ്ണം അല്ലേ? 4 5 പെട്ടികളായി. നമ്മൾ മൊത്തം 10 പെട്ടികൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ 10 പെട്ടികളിൽ പ്രൈസ് ഉള്ള 2 പെട്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ഇല്ലാത്ത 2-3 പെട്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്രൈസ് ഇല്ലെങ്കിൽ ഇതിനകത്തൊരു ഡിജിറ്റ്, ഒരു നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട്. ഇനി ആകപ്പാടെ അവശേഷിക്കുന്ന ഒരേ ഒരു പ്രൈസേ ഉള്ളൂ. അതാണ് 1ാം സമ്മാനം. 1/4 പവൻ സ്വർണ്ണാണ്. അത് നിങ്ങൾക്ക് അടിക്കോ? ദാണ്ട ഇങ്ങനെ നോക്ക്. ഇത് പോയി, ഇത് പോയി, ഇതും പോയി. ഇനി ഇതാണ് ഉള്ളത് ബമ്പർ. ഇതിനകത്ത് തുറക്കുമ്പോൾ ഇതിനകത്തൊരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ല, ഒരു ജാമ്യം എടുത്തോട്ടോ. എന്താ പറ? ഇതാണ് ശരിക്കും ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ഇനി അതിലാണ് നമ്പർ ഉള്ളതെങ്കിൽ അത് വെളിച്ചത്താണ് വെച്ചിരിക്കുന്നത്, അത് എല്ലാവർക്കും കാണാം.
അവിടെ 2 പെട്ടി വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്പർ ഉള്ളതെങ്കിൽ എന്നെ കുറ്റം പറയരുത്. പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്ന പെട്ടി ഇതാണ്. പക്ഷേ എങ്കിലും നമ്മളിത് 1ാം സമ്മാനമായതുകൊണ്ട് ഭാഗ്യം ഒന്ന് പരീക്ഷിക്കുന്നതിനിടെ ആ പെട്ടിയും കൂടെ വെറുതെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനി കാണിച്ചു തരേണ്ട കാര്യമില്ല, ഞാൻ തന്നെ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, അതിവിടെ ഓപ്പൺ ചെയ്യൂ, ഇവിടെ വെച്ചോളൂ. ഷബീർ മോളെ ഇങ്ങോട്ട് നോക്കൂ. ഇതിന്റെ ഏറ്റവും വലിയൊരു കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ തുറന്നിട്ട് ഇതുണ്ടെങ്കിൽ 1ാം സമ്മാനം പോയി. ഇത് തുറന്നിട്ട് ഇതിലില്ലെങ്കിൽ അതിലുണ്ടെന്നുള്ളതിന് ഉറപ്പില്ല. കാര്യം ഇനിയും 4 പെട്ടി വേറെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ആദ്യം നമുക്ക് തുറക്കാം ഒരു സമാധാനത്തിന് വേണ്ടി. ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് വെച്ചിട്ട് കാര്യം ഇല്ല. പ്രതീക്ഷ ഉണ്ടോ ഇല്ലേ നോക്കാം. ചേച്ചി ഓപ്പൺ ചെയ്യൂ ചേച്ചി. ഇതിൽ തുറന്നിരിക്കുന്ന സ്ലിപ്പിൽ നമ്പർ ഇല്ലെങ്കിൽ ഇതിലില്ല. അതില് ഷുവർട്ടി ഇല്ല. ഇനി 3 പെട്ടി പല സ്ഥലത്തും വേറെ വെച്ചിട്ടുണ്ട്. ചിലപ്പോ അതിലാണെങ്കിലോ. എന്തായിരുന്നാലും ഇത് സമാധാനമായില്ലേ? ഇനി വാ. ഇല്ല, ആ ഒരു ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി. ഇനി ഇതിൽ തുറന്നു നോക്കുമ്പോൾ ഇതിലും ഇല്ലെങ്കിൽ ഇതിലില്ലെങ്കിൽ പോയി മെറാൾഡ ജുവലേഴ്സിന്റെ സ്വർണ്ണവേട്ടയുടെ വിജയിയാകുമോ? ഈ സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല. അടുത്ത സൈഡിൽ ഇതിലില്ല. എടുത്ത് നോക്കിയോ? ഇതിന്റെ അപ്പുറം പോയിരിക്കുന്നു. പിന്നെ ജനം സ്വർണ്ണവേട്ടയുടെ ഈ 1ാം സമ്മാനം ഈ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അവരാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഓണദിനത്തിൽ ജനം TV സംഘടിപ്പിച്ച തിരുവനന്തപുരം നമ്മുടെ ട്രാവൻകൂർ മാളിൽ സംഘടിപ്പിച്ച സ്വർണ്ണവേട്ടയുടെ മനോഹരമായ എപ്പിസോഡായിരുന്നു. എല്ലാ ആളുകളും വളരെ മനോഹരമായി ഇതിവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് മെച്ചമായിട്ട് ആവേശത്തോടെയായിരുന്നു പങ്കെടുത്തത്. നമുക്ക് ചിലർക്ക് പിന്നെ ഇത് സ്വർണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവർക്കും സ്വർണം കിട്ടിയില്ല. ചിലർക്ക് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്തവരിത് എടുത്തോണ്ട് പോയി. പിന്നെ ആസ്വദിച്ച് ഇരുന്നവർ എന്താ രസമായി ആസ്വദിച്ചു. കാണാനും രസമായിരുന്നു, പങ്കെടുക്കാനും രസമായിരുന്നു, നമുക്ക് രസമായിരുന്നു. അപ്പൊ 3 സമ്മാനങ്ങളാണ്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3 സമ്മാനം. 3ഉം മെറാൾഡയാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 1ാം സമ്മാനം 1/4 പവനാണ്. 2ാം സമ്മാനം ഓരോ ഗ്രാമിലുള്ള സ്വർണ്ണമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്താം. നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികളുണ്ട്. അപ്പൊ നമുക്ക് 3ാം സ്ഥാനം കിട്ടിയവരെ നമുക്ക് ഇവിടേക്ക് ക്ഷണിക്കാം. ക്ഷണിക്കാം. 3ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് വിഷ്ണു ആൻഡ് ഗോപിക. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വിഷ്ണു ആൻഡ് ഗോപിക. ഈ ഒരു സ്നേഹ സമ്മാനം, നമ്മുടെ മെറാൾഡ ജുവൽസ് നൽകുന്ന സ്നേഹ സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ നൽകുന്നത് സീനിയർ ന്യൂസ് എഡിറ്റർ ജനം TV ശ്രീ ശ്യാം ബാബു കോറോത്താണ്. ജനം TV ഒരുക്കുന്ന സ്വർണ്ണവേട്ടയിൽ 3ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് വിഷ്ണുവിനും ഗോപികക്കുമാണ്. മെറാൾഡ ജുവൽസ് നൽകുന്ന 1 ഗ്രാം സ്വർണ്ണമാണ് 3ാം സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. 2ാം
സമ്മാനം ആരാണ് സ്വന്തമാക്കിയതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കായിട്ട് സ്നേഹ സമ്മാനം നമുക്ക് കൊടുത്താലോ? രണ്ടാം സമ്മാനം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ശാലിനിയും ഷിമിയുമാണ്. ജനം TV ഒരുക്കുന്ന സ്വർണ്ണ വേട്ടയുടെ ഭാഗമായിട്ട് ഇതാ രണ്ടാം സമ്മാനം മെറാൾഡ ജ്വൽസ് നൽകുന്ന 1 ഗ്രാം ഗോൾഡ് കോയിൻ ആണ്. വിളിക്കാം നമുക്ക് ഷബീർ ഷാഹിന. ഷാഹിദ. യെസ്, നല്ലൊരു കൈയടി നൽകാം. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഷബീർ ആൻഡ് ഷാഹിദ. ഒരു ഒന്നാം സമ്മാനം 1/4 പവൻ സ്വർണം മെറാൾഡ ജ്വൽസ് നൽകുന്ന സ്വർണം രാമചന്ദ്രൻ മാർക്കറ്റിംഗ് ഹെഡ് ഏറ്റവും പ്രിയപ്പെട്ട സിരാജ് സാറാണ് നൽകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ജനം TV സംഘടിപ്പിച്ച നമ്മുടെ സ്വർണ്ണവേട്ട, അത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർണ്ണവേട്ട തന്നെയായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ തിരുവനന്തപുരം ട്രാവൻകൂർ മാളിലാണ് ഇത് സംഘടിപ്പിച്ചത്, അല്ലേ? ആവേശോജ്വലമായിട്ടുള്ള മത്സരമായിരുന്നു. നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് വാക്ക് തന്ന ഒരു കാര്യമാണ്. ഉദ്വേഗജനകമായിട്ടുള്ള ഒരുപാടധികം ടാസ്കുകൾ ഉണ്ടാകും, അതിനൊടുവിൽ സ്വർണ്ണ നിധി സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞു. ആ വാക്ക് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരം ട്രാവൻകൂർ മാളിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്. തീരുന്നില്ല, നമ്മുടെ ഈ ഉത്സവ കാഴ്ചകളും ആഘോഷ കാഴ്ചകളും ഒന്നും ഇതാ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും എത്തും. നമ്മുടെ എറണാകുളം ഫോറം മാളിൽ വെച്ച് നമുക്ക് കാണാം ഇതുപോലെ തന്നെ രസകരമായ കളിയും ചിരിയും വർത്തമാനങ്ങളും. അതുപോലെ തന്നെ മെറാൾഡ ഗോൾഡ് നൽകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നല്ല 3 സമ്മാനങ്ങൾ. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം. ഒന്നാം സമ്മാനം 1/4 പവൻ സ്വർണ്ണമാണ് ഈ ഒരു ഓണക്കാലത്ത് നിങ്ങളുടെ നിധി ശേഖരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ സൈൻ ഓഫ് ചെയ്യുന്നു. ഫോറം മാളിൽ കാണാം. ബൈ ബൈ.